ആകാശത്ത് കറുത്ത മേഘങ്ങൾ കൂടിക്കൂടി വന്നു. അത് കണ്ട് സുന്ദരവനത്തിൽ താമസിച്ചിരുന്ന റാണിപക്ഷി വൈക്കോൽ ശേഖരിക്കുകയായിരുന്നു. എന്തെന്നാൽ മഴക്കാലത്ത് അവൾക്ക് വരാൻ പോകുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ലഭിക്കാൻ വേണ്ടി. അപ്പോൾ ഭീക്കു കാക്ക അവിടേക്ക് വരുന്നു. ആരെ റാണി, നീ ഇക്കാലത്ത് ഒരുപാട് ഓടി നടക്കുന്നുണ്ട്. എന്താ കാര്യം? എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയൂ. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണല്ലോ. ഭീക്കു സഹോദര, പ്രത്യേകത എന്തെന്നാൽ എന്റെ കുട്ടികൾ ഉടൻ തന്നെ ഈ ലോകത്തേക്ക് വരാൻ പോകുന്നു. ആരെ വാ, ഇത് നീ വളരെ നല്ലൊരു വാർത്തയാണല്ലോ കേൾപ്പിച്ചത്. മഴക്കാലം വരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ ഭാവി കുട്ടികൾക്കായി സുരക്ഷിതവും മനോഹരവുമായ ഒരു വീട് ഞാൻ ഒരുക്കുകയാണ്. അങ്ങനെ എന്റെ കുട്ടികൾക്ക് എല്ലാത്തരം അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ കഴിയും. റാണി, വേഗം വീടൊരുക്ക്. ഇനി മഴ പെയ്യാൻ അധികം സമയമില്ല. അതെ സഹോദര, ഞാൻ ശരിക്കും വളരെ സന്തോഷത്തിലാണ്. താമസിയാതെ എനിക്ക് സ്വന്തമായ ഒരു കുടുംബമുണ്ടാകും, എനിക്ക് കുട്ടികളുണ്ടാകും, വീടുമുണ്ടാകും. ആഹാ, നീ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. നീ വീട് എങ്ങനെ പണിയുമെന്ന് എനിക്കൊന്ന് കാണണം. വീടിനെയും കുട്ടികളെയും കുറിച്ച് വലിയ സ്വപ്നം കാണുന്നവൾ. ഭീക്കു കാക്കയുടെ ഉദ്ദേശങ്ങൾ റാണിപക്ഷിക്ക് മനസ്സിലാകുന്നില്ല. അവൾ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് വൈക്കോൽ ഓരോന്നായി ശേഖരിച്ച് തന്റെ വീട് പണിയുന്നു. ഒരു ദിവസം റാണിപക്ഷി തന്റെ കൂട് വിട്ട് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോകുന്നു. അപ്പോൾ ഭീക്കു കാക്ക അവിടേക്ക് വന്നു. എന്താ, ആരെങ്കിലും തന്റെ വീട് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുമോ? ഈ റാണി ഒരു മണ്ടിയാണല്ലോ. ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ഇന്ന് അവളുടെ കരച്ചിലും നിലവിളിയും കേട്ട് എന്റെ ദിവസം ഇന്ന് നല്ലതായിരിക്കും. അത്രയും പറഞ്ഞിട്ട് ഭീക്കു കാക്ക റാണി നിർമ്മിച്ച കൂട് മരത്തിന്റെ കൊമ്പിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. പാവം റാണിപക്ഷിയുടെ സ്വപ്നഭവനം താഴെ വീണ് തകർന്നുപോയി. കുറച്ചു സമയത്തിനു ശേഷം റാണിപക്ഷി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ കൂട് നിലത്ത് തകർന്നു കിടക്കുന്നതായി കണ്ടു. എന്റെ കൂട് ഏത് ദുഷ്ടനാണ് എടുത്ത് താഴെ ഇട്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അല്ലയോ ഭഗവാനെ, എന്നെ സഹായിച്ചാലും. എന്തു പറ്റി റാണി? എന്തിനാണ് കരയുന്നത്? പെങ്കി ചേച്ചി, അറിയില്ല ഏത് ദുഷ്ടനാണ് എന്റെ കൂടെ തള്ളിയിട്ടതെന്ന്. എന്റെ കുട്ടികൾ ഉടൻ ജനിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കൊരു വീട് പണിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മഴക്കാലത്ത് അവസരം മുതലെടുത്ത് ഏതെങ്കിലും വേട്ടപ്പക്ഷികൾ അവരെ വേട്ടയാടും. പേടിക്കണ്ട റാണി, എല്ലാം ശരിയാകും. മഴ വരാൻ അധികം സമയമില്ല. ധൈര്യമായി നിന്റെ കുട്ടികൾക്ക് ഒരു വീട് പണിയൂ. റാണിപക്ഷി തന്റെ കണ്ണുകൾ തുളച്ചിട്ട് വീണ്ടും കൂടുണ്ടാക്കാൻ തുടങ്ങി. ഭീകു കാക്ക തന്റെ കൂട്ടിൽ ഒളിച്ചിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ മണ്ടം പക്ഷി ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അവൾ അങ്ങനെ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. ഇത്തവണ അവൾ വൈക്കോലെടുക്കാൻ പോകുമ്പോ ഞാൻ വീണ്ടും എന്റെ ജോലി ചെയ്യും. റാണി വൈക്കോൽ കൂട്ടിച്ചേർത്ത് തന്റെ കൂടുണ്ടാക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ കൂടി ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് പെട്ടെന്ന് ഇത്ര ശക്തമായി മഴ പെയ്യാൻ തുടങ്ങിയത്? മഴ കുറയുന്നത് വരെ ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കാം. എന്റെ വൈക്കോലുകൾ വെള്ളത്തിൽ കുതിർന്നു പോയാൽ ഞാൻ എങ്ങനെയാണ് എന്റെ വീടുണ്ടാക്കുക? ഇവിടെ തന്റെ കൊക്കിൽ പിടിച്ചിരിക്കുന്ന വൈക്കോലിനെ കുറിച്ചുള്ള ആശങ്കയിൽ മുഴുകിയിരുന്നു. മറുവശത്ത് മഴയെ മുതലെടുത്ത് ഭീക്കു റാണിയുടെ കൂടിനടുത്തെത്തി. ഈ റാണി വളരെ കഠിനാധ്വാനിയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവൾ ഒരു പുതിയ കൂട് പണിതു. ഇപ്പൊ കാണിച്ചു തരാം. ഭീക്കു തന്റെ കൊക്ക് ഉപയോഗിച്ച് വീണ്ടും റാണിയുടെ കൂട് നശിപ്പിച്ചു. ദൈവമേ, എനിക്കിങ്ങനെ സംഭവിക്കാൻ ഞാൻ ആരോടെങ്കിലും എന്ത് തെറ്റാണ് ചെയ്തത്? റാണിപക്ഷിയുടെ കരച്ചിൽ കേട്ട് ഗോരിക്കാക്ക അവിടേക്ക് വരുന്നു. അതെ റാണി, എന്തു പറ്റി നീ ഇങ്ങനെ കരയാൻ? കുറച്ച് ക്ഷമ കാണിക്കൂ സഹോദരി. എന്താണ് കാര്യമെന്ന് എന്നോട് പറയൂ. സഹോദരി ഗോരി, ഞാൻ രാത്രി
രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് എന്റെ കൂടുണ്ടാക്കിയത്. ഞാൻ വെള്ളമെടുക്കാൻ പോയപ്പോൾ ആരാണെന്നറിയില്ല എന്റെ കൂട് നശിപ്പിച്ചു. ഒന്നാമത് കനത്ത മഴ, പിന്നെ ഈ പ്രശ്നവും. റാണി സഹോദരി, ഒരുപക്ഷെ ഇതാ പീകുക്കാക്കയുടെ പ്രവൃത്തിയായിരിക്കും. നീ വളരെ നിഷ്കളങ്കനാണ്. അവനെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവൻ നിനക്കും നിന്റെ കുട്ടികൾക്കും ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി നിങ്ങൾ കരച്ചിൽ നിർത്തി കുറച്ചുകൂടി ബുദ്ധിശക്തിയും സാമർഥ്യവും ഉപയോഗിക്കൂ. ഇത്രയും പറഞ്ഞ് ഗൗരി അവിടെ നിന്ന് പോയി. റാണിപക്ഷി കരഞ്ഞും വിലപിച്ചും വീട് പണിയാൻ തുടങ്ങി. റാണിപക്ഷി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു മുട്ടയിടുന്നു. റാണിക്ക് ഇപ്പോൾ അല്പം സംശയം തോന്നി. അതുകൊണ്ട് അവൾ പീക്കുവിൽ നിന്ന് അല്പം ജാഗ്രത പുലർത്തി. ഇവിടെ പീക്കുക്കാക്ക വളരെ കാലമായി ഒരു കുസൃതിയും ചെയ്യാൻ കഴിയാത്തതിനാൽ വിഷമിച്ചു. ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ റാണിയുടെ മുട്ട എടുത്ത് താഴെ എറിയും. ഈ റാണി ഉറക്കെ കരയുമ്പോൾ വളരെ രസകരമായിരിക്കും. റാണിയുടെ മുട്ട പൊട്ടിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയ പീക്കുക്കാക്ക ആൽമരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ശാഖയിൽ എത്തുന്നു. ഇവിടെ നിന്നും റാണിയുടെ കൂട് വ്യക്തമായി കാണാം. ഇനി ആ റാണി ധാന്യങ്ങൾ എടുക്കാൻ പോയാൽ ഞാൻ അവളുടെ മുട്ട പൊട്ടിച്ച് അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. റാണി പക്ഷിയെ നോക്കുന്നതിൽ മുഴുകിയിരുന്ന പീക്കുക്കാക്ക താൻ ഒരു കഴുകന്റെ കൂടിന്റെ അടുത്തെത്തിയത് ശ്രദ്ധിക്കുന്നില്ല. പീക്കുക്കാക്കയ്ക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് കഴുകന്റെ ശക്തമായ ആക്രമണത്തിൽ അവൻ താഴെ വീഴുന്നു. അയ്യോ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്നെ രക്ഷിക്കൂ! അയ്യോ, ആരെങ്കിലും എനിക്കൊരു തുള്ളി വെള്ളം തരൂ! ദാഹം കാരണം ഭീക്കുവിന്റെ തൊണ്ട വരണ്ടു തുടങ്ങിയിരുന്നു. അവന്റെ മുറിവുകളിൽ നിന്ന് രക്തം ഒഴുകുകയായിരുന്നു. അവൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അപ്പോൾ റാണി പക്ഷിയും ഗോരിക്കാക്കയും ഭീക്കുവിന്റെ നിലവിളി കേട്ട് അവിടെ എത്തി. ഇപ്പോൾ ഇവന്റെ അഹങ്കാരം തീർന്നു. വിശപ്പ്, ദാഹം, വേദന എന്നിവ എന്താണെന്ന് ഇപ്പോൾ ഈ ദുഷ്ടക്കാക്കയ്ക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത് റാണി സഹോദരി, നീയും പോയി നിന്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കൂ. ഇന്ന് ഈ കാക്കയുടെ മരണത്തോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. മനസ്സിലാക്കുക. ഇല്ല സഹോദരി, താങ്കൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുറിവേറ്റ പക്ഷിയെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ എല്ലാ പക്ഷികളും പീക്കുക്കാക്കയെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മൾ പീക്കുക്കാക്കയെ സഹായിക്കണം. റാണി സഹോദരി, നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം തീരുകയാണ്. നീയാണെങ്കിൽ ഈ സൂത്രശാലിയായ കാക്കയെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ആരെങ്കിലും എനിക്കൊരു തുള്ളി വെള്ളം തരൂ! അയ്യോ! റാണി പക്ഷി പറന്ന് തന്റെ കൂട്ടിലേക്ക് പോകുന്നു. പക്ഷേ വെള്ളം നിറയ്ക്കാൻ ഒരു പാത്രവും അവൾക്ക് കണ്ടെത്താനായില്ല. എന്ത് ചെയ്യാൻ സഹോദര? എന്റെ കയ്യിൽ ഒരു പാത്രവുമില്ല. താങ്കൾക്ക് എങ്ങനെ ഞാൻ വെള്ളം തരും? ഞാൻ തന്നെയാ നിന്റെ വെള്ളം നിറച്ചു കൊണ്ടുവരുവാനുള്ള പാത്രം നശിപ്പിച്ചത്. ഒരുപക്ഷെ ദാഹം കൊണ്ട് മരിക്കുക എന്നതായിരിക്കും എനിക്കുള്ള ശിക്ഷ. എന്റെ അഹങ്കാരം കൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നോട് ക്ഷമിക്കൂ. അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാം. റാണി പക്ഷി തന്റെ പൊട്ടിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് പീക്കുക്കാക്കയ്ക്ക് കൊടുത്തു. സഹോദര, താങ്കൾ ഇവിടെ ഇരിക്കൂ. ഞാൻ വൈദ്യരെ കൊണ്ടുവരാം. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട. വൈദ്യമ്മാവ, പീക്കു സഹോദരന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതെ മോളെ, പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എനിക്ക് വയസ്സുമായി. ഇത്രയും വലിയ മഴയത്ത് എനിക്ക് രോഗിയെ കാണാൻ പോകുവാൻ കഴിയില്ല. മഴ നിൽക്കുമ്പോൾ നോക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. മഴയിൽ അദ്ദേഹത്തിന്റെ മുറിവ് കൂടുതൽ മാരകമാകും. നമുക്ക് പോകാം. എങ്ങനെയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കുറച്ചു സമയത്തിന് ശേഷം റാണി വൈദ്യപ്രാവിനെയും കൊണ്ടുവരുന്നു. ഭീക്കു, ഇന്ന് റാണി നിന്നെ കൃത്യസമയത്ത് ചികിത്സിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നീ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നീ ഇപ്പോഴും പറക്കാൻ യോഗ്യനല്ല. എനിക്ക് പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ വിശപ്പും ദാഹവും മൂലം മരിക്കും. എന്നെപ്പോലെ ഒരു ദുഷ്ടക്കാക്കയ്ക്ക് ആരും 2 തുള്ളി വെള്ളം പോലും തരില്ല. താങ്കൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്?
ഒരു അയൽക്കാരനല്ലേ മറ്റൊരു അയൽക്കാരനെ സഹായിക്കേണ്ടത്. ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന് തരാം. നിങ്ങൾ പൂർണ്ണമായും സുഖപ്പെടും. എന്നോട് ക്ഷമിക്കൂ. നീ എന്നെ പോലെയുള്ള ഒരു മോശം പക്ഷിയെയാണ് സേവിക്കുന്നത്. ഞാൻ നിന്റെ മുട്ടകൾ പൊട്ടിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നീയാണെങ്കിലോ എന്നെ രക്ഷിക്കാൻ നോക്കുന്നു. ഇത്രയും പറഞ്ഞ് ഭീകു കാക്ക പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എനിക്ക് എല്ലാം അറിയാം. താങ്കളാണ് എന്റെ കൂട് നശിപ്പിച്ചതെന്ന് എനിക്കറിയാം. താങ്കൾ എന്റെ മുട്ടയും പൊട്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ തിന്മ കണ്ടിട്ട് എനിക്ക് എന്റെ നന്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ എല്ലാവരും മോശമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ ഭൂമിയിൽ നിന്ന് നന്മ ഇല്ലാതാവും. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ രസമായിരുന്നു. ഇന്ന് എനിക്ക് വേദനയുടെയും കഷ്ടപ്പാടിന്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും ഒരു പക്ഷിയെയും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ എപ്പോഴും എല്ലാവരെയും സഹായിക്കും. അതെല്ലാം ശരി. നിങ്ങളുടെ മുറിവുകൾ നന്നായി പരിപാലിക്കുമെന്നും മഴയിൽ പുറത്തിറങ്ങില്ല എന്നും എനിക്ക് വാക്ക് തരൂ. റാണിയുടെ നന്മ ഭീകുവിനെ മാറാൻ നിർബന്ധിതനാക്കി. ഇതുപോലെ ഒരു നിഷ്കളങ്ക പക്ഷി ഒരു ദുഷ്ട കാക്കയെ തന്നെ പോലെ ഒരു യഥാർത്ഥ നല്ല പക്ഷിയാക്കി മാറ്റി.